നമസ്കാരം. ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുമ്പോൾ 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന പട്ടിണിയില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളമെന്ന് MS അരുൺകുമാർ MLA. തഴക്കര പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. 60 വയസ്സ് കഴിഞ്ഞ കുറെ അധികം ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മളൊരു കല കൊണ്ട് ഉപജീവനം നടത്തുമ്പോൾ തന്റെ ആയുസ് രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സവാക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പട്ടിണിയില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളമെന്ന് MS അരുൺകുമാർ MLA പറഞ്ഞു. തഴക്കര പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും കരസ്ഥമാക്കാൻ കഴിയാത്ത പട്ടിണിയില്ലാത്ത ഏക സംസ്ഥാനം എന്ന നേട്ടം കേരളം സ്വന്തമാക്കിയതായി MS അരുൺകുമാർ MLA അഭിപ്രായപ്പെട്ടു. തഴക്കര പഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടിണി മാറി വീടായി ഭൂമിയായി. ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുമ്പോൾ 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക നാടായി നമ്മുടെ കേരളം മാറി. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 3 വർഷക്കാലമായി തുടർച്ചയായി കേന്ദ്ര സർക്കാർ ആരോഗ്യമന്ദൻ പുരസ്കാരം സമ്മാനിക്കുന്നത് കേരളത്തിനാണ്. എന്താണ് ആരോഗ്യമന്ദൻ പുരസ്കാരം? ഒന്നുമില്ല, സൗജന്യ ചികിത്സ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ് ആരോഗ്യമന്ദൻ പുരസ്കാരം. 1600 കോടി രൂപ. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന സർക്കാരാണ് നിലവിലുള്ളതെന്നും സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും MLA കൂട്ടിച്ചേർത്തു. തഴക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സദസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജുള ദേവി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീല രവീന്ദ്രൻ, ഉണ്ണിത്താൻ, ഷീല ടീച്ചർ, S അനിരുദ്ധൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KK വിശ്വംഭരൻ, തഴക്കര പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് K ഗോപാലകൃഷ്ണപിള്ള, പഞ്ചായത്ത് അംഗങ്ങളായ L ഉഷ, ജോർജ് J തോമസ്, ഷൈനിസ, കൃഷ്ണമ്മ ഉത്തമൻ, സുജാത, CDS ചെയർപേഴ്സൺ പ്രസന്ന ഷാജി, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ വികസന സദസ്സിൽ സംബന്ധിച്ചു. ആലപ്പുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമാകുന്നു. 100 കണക്കിന് പേർ നിത്യവും എത്തുന്ന ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലും ബീച്ചിലും റെയിൽവേ സ്റ്റേഷൻ റോഡിലടക്കം തെരുവുനായ്ക്കൾ യഥേഷ്ടം വിലസുന്നത് കുട്ടികൾക്കെന്ന പോലെ മുതിർന്നവർക്കും ഇപ്പോൾ പേടി സ്വപ്നമായി. തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയാകാതെ നഗരത്തിലെ പ്രധാന റോഡുകളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ അല്പസ്വല്പം കായികാഭ്യാസവും നടത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇറങ്ങുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുകളും വരുന്ന വിദേശ സഞ്ചാരികൾക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാം ഇപ്പം ആലപ്പുഴ ബീച്ചും മറ്റൊരു പരിസര പ്രദേശങ്ങളിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ്. പട്ടിയെക്കൊണ്ട് വളരെ ശല്യമാണ് വരുന്നത്. നമ്മുടെ വിദേശികൾ വന്നിട്ട് 2 ദിവസത്തിനും ഒരു വിദേശിയായിട്ട് ഓടിച്ച് ആ വിദേശി ഓടി ഇവിടെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിൽ ഓടി കയറി അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ വേണ്ട ഒരു തീരുമാനം എടുക്കണം. തെരുവുനായ്ക്കളെ വന്ധ്യംകരണം ചെയ്യാനും പ്രത്യേകം ഷെൽട്ടറുകൾ തയ്യാറാക്കി അവിടേക്ക് മാറ്റാമെന്നിരിക്കെ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ അത് ഗൗരവത്തിൽ കാണുന്നില്ല എന്നും നാട്ടുകാർ ആരോപണമുന്നയിക്കുന്നു. നിലവിൽ പല പദ്ധതികളും പേപ്പറിൽ മാത്രമായി ചുരുങ്ങിയെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 4 മാസത്തിനിടെ കുട്ടികളും യാത്രക്കാരടക്കം നിരവധി പേരാണ് നഗരത്തിലെ വിവിധയിടങ്ങളിൽ തെരുവുനായയുടെ ആക്രമണത്തിന് ഇരയായത്. റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലടക്കം യാത്രക്കാർക്ക് നായയുടെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നതും ഗൗരവത്തോടെ കാണേണ്ട ഒന്നായിരുന്നു. എന്നാൽ തെരുവുനായ്ക്കൾ ഇപ്പോഴും തെരുവീതികളും ബീച്ചടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും സ്വൈരവിഹാരം നടത്തി നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഭീഷണി ഉയർത്തുമ്പോഴും
അധികാരികൾ ഇതൊന്നും കണ്ടില്ല എന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് നാട്ടുകാരുടെ ആക്ഷേപം. ഇത് സംബന്ധിച്ച് ബീച്ചിലെ ചില പ്രഭാത സവാരി കൂട്ടായ്മയിലെ അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് മാസ് പെറ്റീഷൻ തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകുമെന്നും അവർ സൂചിപ്പിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സവാക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 60 വയസ്സ് കഴിഞ്ഞ കുറെ അധികം ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മളൊരു കല കൊണ്ട് ഉപജീവനം നടത്തുമ്പോൾ തന്റെ ആയുസ് മുഴുവൻ ആ സമൂഹത്തിന് വേണ്ടിയും കലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് ഒരു നയാ പൈസ പെൻഷൻ കിട്ടാൻ വകയില്ലാതെ നിൽക്കുമ്പോൾ ആ 60 വയസ്സിന്റെ ക്ഷേമനിധിയിൽ ചേർക്കാൻ കഴിയാതിരുന്ന പാവപ്പെട്ട 60 വയസ്സുള്ള കലാകാരന്മാരെ നിയമം അനുവദിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിൽ പോലും ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഇടപെട്ടുകൊണ്ട് ആ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരവസരം കൂടി ഈ ക്ഷേമനിധിയിൽ അംഗമാകുന്നതിന് വേണ്ടി നൽകണം. അങ്ങനെ അവസരം നൽകുമ്പോൾ ഒരു ഉപാധിയുണ്ട്. ഈ ക്ഷേമനിധി തുടക്കത്തിൽ തന്നെ ഒരു ഉപാധി എങ്ങനെയായിരുന്നു വെച്ചാൽ 3000 രൂപ 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി അംശാദമായി അടക്കാം. അംശാദായമായി അടക്കുമ്പോൾ ആ വ്യക്തി ഇതിൽ അംഗമാവും. അതേ രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സവാക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സവാക് സംസ്ഥാന സംഘടനാ സെക്രട്ടറി വിനോദ് അജുംബിത ഉദ്ഘാടനം ചെയ്തു. സവാക് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് തോമസ് വള്ളികാടൻ പ്രതിഷേധ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സവാക് സംസ്ഥാന രക്ഷാധികാരി അലിയാർ പുന്നപ്ര മുഖ്യപ്രഭാഷണം നടത്തി. പ്രത്താസ് അറക്കൽ, VA വിൻസെന്റ്, നെടുമുടി അശോക് കുമാർ, ലളിത ശിവൻ, JC ഹരി, ആലപ്പി രമണൻ, മോഹനൻ, PV സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സവാക് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നളിനപ്രഭ പ്രതിഷേധ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗമാകാൻ ഒരവസരം കൂടി അനുവദിക്കുക, ക്ഷേമ പെൻഷൻ 5000 രൂപയായി ഉയർത്തുക, സംഗീത നാടക അക്കാദമി നൽകുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഉന്നയിച്ചു. ഭയരഹിത ജീവിതം, സുരക്ഷിത തൊഴിലിടം, കരുത്ത് എന്ന സന്ദേശമുയർത്തി ജോയിന്റ് കൗൺസിൽ വനിതാ വിംഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ മാർച്ച് സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലാക്കായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ഭയരഹിത ജീവിതം, സുരക്ഷിത തൊഴിലിടം, കരുത്ത് എന്ന സന്ദേശവുമായി വനിതാ മാർച്ച് സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലായിരുന്നു വനിതാ മാർച്ച് സംഘടിപ്പിച്ചത്. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച വനിതാ മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന യോഗം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സുരക്ഷിതത്വവും സമത്വവും ഒക്കെ തന്നെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും ഒക്കെ തന്നെ ജീവിക്കുന്നത്. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായിട്ട് 78 വർഷങ്ങൾ പിന്നിടുന്നു എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ 77ാമത് വാർഷിക ദിനാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഇതാ, ഇന്ത്യയിലെ സ്ത്രീകള് അവർ സുരക്ഷിതരല്ല, ഇന്ത്യയിലെ സ്ത്രീകളെ കുറിച്ച് ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നാണ് പറഞ്ഞത്. അത്തരം സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് വൈകിയെങ്കിലും രാഷ്ട്രപതി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് മണിപ്പൂരിലെ സ്ത്രീകളെ, അതോടൊപ്പം തന്നെ ഡൽഹിയിലെ UP-ലെ സ്ത്രീകളെ കുറിച്ചൊന്നും അവിടെ ഉണ്ടായ ബലാത്സംഗ കേസുകൾ അടക്കമുള്ള കേസുകൾ നടക്കുമ്പോൾ ആ പ്രതികളെ രക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാട് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രപതി ഇതൊന്നും കണ്ടില്ലേ എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്. ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് R ലോലിത അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ധന്യ പൊന്നപ്പൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജോയിന്റ് കൗൺസിൽ വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി A ഉമാദേവി സ്വാഗതം പറഞ്ഞു. J ഹരിദാസ്, P സീമ, C സുരേഷ്, K ശുഭ, M അനിൽകുമാർ, C പ്രസാദ്, സീമ ഗോപിദാസ്, ഷഹീർ ഷെരീഫ് എന്നിവർ സംസാരിച്ചു.
രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കുക, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ നടക്കുന്ന സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുക, കേരള സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കരുത്തു പകരുക, സിവിൽ സർവീസിലെ സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. ലൈഫ് പദ്ധതി വഴി 135 വീട് നിർമ്മിച്ചു നൽകിയതായി കാവാലം പഞ്ചായത്ത് വികസന സദസ്സിൽ ചൂണ്ടിക്കാട്ടി. തോമസ് കെ തോമസ് MLA വികസന സദസ്സിന്റെ ഉദ്ഘാടനം നടത്തി. ലൈഫ് ഭവന പദ്ധതി വഴി ഭവനരഹിത ഗുണഭോക്താക്കളിൽ 135 പേർക്ക് വീട് പൂർത്തീകരിച്ച് നൽകിയതായും 60 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതായും കാവാലം പഞ്ചായത്ത് വികസന സദസ്സിൽ ചൂണ്ടിക്കാട്ടി. ഭാവി വികസനം സംബന്ധിച്ച പൊതുജനാഭിപ്രായം സ്വരൂപിക്കാൻ കാവാലം ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വികസന സദസ്സിലാണ് പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. കാവാലം PHC ഹാളിൽ നടന്ന സദസ്സ് തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TT സത്യദാസ് അധ്യക്ഷത വഹിച്ചു. വെള്ളയനാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ സുരേഷ് പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K ശൈലേഷ് കുമാർ സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി NC ലീനമോൾ പഞ്ചായത്തിന്റെ നേട്ടങ്ങളും അവതരിപ്പിച്ചു. റിനി ചന്ദ്രൻ, സബിത രാജേഷ്, സന്ധ്യ രാജപ്പൻ, ലത ഓമനക്കുട്ടൻ, PA അജിത, സന്ധ്യ സുരേഷ്, സൗമ്യ സനൽ, D മംഗളാനന്ദൻ, ബിന്ദൂർ സാലി, ടിനു കുര്യൻ, PV രാമഭദ്രൻ, സന്ധ്യ രമേശ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ 615 കോടിയോളം രൂപ അനുവദിച്ചെന്ന് തോമസ് കെ തോമസ് MLA പറഞ്ഞു. മുട്ടാർ പഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തോമസ് കെ തോമസ്. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് 615 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചതെന്ന് തോമസ് കെ തോമസ് MLA അഭിപ്രായപ്പെട്ടു. മുട്ടാർ പഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുട്ടാറിലടക്കം തോടുകൾ ശുചീകരിക്കുന്നതിന് 20 കോടി രൂപയോളം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇത് എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. വലിയ മനുഷ്യരുള്ള വലിയ മനസ്സുള്ള ഒരു പഞ്ചായത്താണ് മുട്ടാർ പഞ്ചായത്ത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ MLA കൂടുണ്ട്, ചെയ്യണം. അതുപോലെ മുട്ടാർ തോടുകൾ ക്ലീൻ ചെയ്യുന്ന കാര്യം അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അതനുസരിച്ച് അതിന് ഏകദേശം 20 കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്തു തീർക്കും. നമുക്കറിയാം, ഈ പഞ്ചായത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രസിഡൻ്റായാലും വൈസ് പ്രസിഡൻ്റായാലും മറ്റു പ്രിയപ്പെട്ടവരായാലും വളരെ ആത്മാർത്ഥമായിട്ട് ആവശ്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം നമ്മളൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റെ നേതൃത്വത്തിൽ എല്ലാ അംഗങ്ങളും വന്നിരുന്നു. കാരണം വളരെ നല്ല രീതിയിലുള്ളൊരു മീറ്റിംഗാണ്. നമുക്കറിയാം, കുടിവെള്ളമാണ് നമ്മുടെ എല്ലാ ഒരു വിഷയം. ആ വിഷയത്തിൻ്റെ ശാശ്വത പരിഹാരം നമ്മൾ കണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് 615 കോടി രൂപ നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. പലരും പറയുമ്പോൾ അത് പകുതിയൊക്കെ പറയത്തുള്ളൂ. അങ്ങനല്ല, 70 കോടി രൂപ പൈപ്പ് ലൈൻ ഇടുന്നതിന് അതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. 64 കോടി രൂപ ജലജീവൻ മിഷനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പപ്പാതി എടുത്തിട്ട് ജലജീവൻ മിഷൻ അതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് തീർന്നിരിക്കുകയാണ്. അതുകൂടാതെ 462 കോടി രൂപ 385 കോടി രൂപയുടെ എബവ് എന്ന് പറഞ്ഞാൽ ഓരോ കോൺട്രാക്റ്റും എടുത്തിരിക്കുന്നത് 10 കോടിക്കാണെന്നുണ്ടെങ്കിൽ അതിന് 30% എബവ് ഉണ്ട്. അത് ഒരു കാരണവശാലും കുറവല്ല. 10 കോടിയാണെങ്കിൽ 19 കോടി അല്ലെങ്കിൽ 9 കോടിയും കൂടെ എക്സ്ട്രാ കൊടുക്കും. 100 കോടിയാണ്, 9 കോടിയും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടാണ് എല്ലാ വർക്കുകളും നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഈ പദ്ധതി അവർ ഇട്ടേച്ച് പോകരുത്, ഇത് പൂർത്തീകരിക്കണം. അതിനവർ ചോദിച്ച എമൗണ്ട് തന്നെ എബവ് കൊടുത്താണ് കുട്ടനാട്ടിൽ കുടിവെള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരമ്യ അധ്യക്ഷത വഹിച്ചു. വെള്ളയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ പ്രോഗ്രസ് റിപ്പോർട്ട് MLAക്ക് നൽകി പ്രകാശനം ചെയ്തു. റിസോഴ്സ് പേഴ്സൺ ഭാമാദേവി സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി KM പ്രദീപ് കുമാർ പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളും അവതരിപ്പിച്ചു. വെള്ളയനാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന തോമസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെർലിൻ ബൈജു, PT വിനോദ് കുമാർ, ലിബിമോൾ വർഗീസ്, KM ആന്റണി, MO ലതീഷ് കുമാർ, ഡോളീസ് കറിയ, എബ്രഹാം ചാക്കോ, റിനേഷ് ബാബു, ജയ സത്യൻ, N അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആരോഗ്യം ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുമ്പോൾ 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ കൊടുക്കുന്ന
പട്ടിണിയില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളമെന്ന് MS അരുൺകുമാർ MLA. തഴക്കര പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. 60 വയസ്സ് കഴിഞ്ഞ കുറെ അധികം ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മളൊരു കല കൊണ്ട് ഉപജീവനം നടത്തുമ്പോൾ തന്റെ ആയുസ് രാത്രി 10 മണിക്ക് ശേഷം ഉച്ചഭാഷണികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സവാക് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.